സംസ്ഥാനത്ത് BLOമാരുടെ ജോലിഭാരവും അതേ തുടർന്നുള്ള സമ്മർദ്ദത്തിന്റെയും വാർത്തകൾ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പല കാര്യങ്ങളിലും പരിഹരിക്കാനായിട്ടുള്ള ഇടപെടലുകളും നമ്മൾ കണ്ടു. സമയപരിധിക്കും അകം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കേണ്ട ഒരു സമ്മർദ്ദമാണ് അവർ നേരിടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. കടുത്ത ജോലി സമ്മർദ്ദം ഇപ്പോഴും BLOമാർക്കുണ്ട് എന്നാണ് ഓരോരുത്തരായി വന്ന് പറയുന്നത്. എന്യൂമറേഷൻ ഫോം ഉടൻ തിരിച്ചു വാങ്ങണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഫോം വിതരണം ചെയ്യാൻ ബാക്കിയുള്ള വോട്ടർമാരെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ശരിക്കും ഇപ്പോൾ BLOമാർ. അതിനിടയിൽ ഫോം അപ്ലോഡ് ചെയ്യുന്ന ആപ്പ് ഇടയ്ക്കിടെ പണിമുടക്കുന്നതും ഒരു തലവേദനയാണ്. തിരുവനന്തപുരം പേയാട് നിന്നും ഒരു BLOയ്ക്കൊപ്പം നമ്മുടെ അർജുൻ കല്യാട് ചേരുകയാണ്. ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. ഓടി എല്ലായിടത്തും എത്താൻ കഴിഞ്ഞോ നമ്മുടെ കൂടെയുള്ള BLOയ്ക്ക്? എന്താണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി? അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഇടപെടലുകൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കളക്ടർമാരിൽ നിന്നുമൊക്കെ ഉണ്ടാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? നോക്കാം. സുജിയ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പേയാടാണ്. ചീലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ എന്യൂമറേഷൻ ഫോം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിതരണം ചെയ്യേണ്ടുന്ന അതിന്റെ സമ്മർദ്ദമായിരുന്നു വാർത്തകളായി വന്നത്. ഡിസംബർ 4 വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് സമയം നൽകിയിരിക്കുന്നത്. പക്ഷേ 28-ാം തീയതിക്കകം തന്നെ എന്യൂമറേഷൻ ഫോം തിരിച്ചു വാങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും പൂർണ്ണമായ രീതിയിൽ ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ പോലും പല BLOമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശോഭ് എന്ന് പറയുന്ന ഒരു BLOയുടെ ഒപ്പമാണ്. ഇവിടെ അതിപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് 2002 വോട്ടർ പട്ടിക അതിന്റെ ക്രമ നമ്പർ എല്ലാം രേഖപ്പെടുത്തി ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BLOയോട് തന്നെ നമ്മൾ ചോദിക്കാം. ഇപ്പോൾ ഈ ജോലി സമ്മർദ്ദത്തിന്റെതാണ് പ്രധാനപ്പെട്ട ചർച്ച. അതിനിടയിൽ ഇങ്ങനെ ഓട്ടം തന്നെയാണ് അല്ലേ? ഓട്ടം തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇനിയും ഇത് എത്തിപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട്. അവരിലോട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ 2002 ഡേറ്റ നിങ്ങൾ നോക്കി വെക്കുക, സെർച്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. പല ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകളിലോട്ട് എത്തി നമ്മൾ ഇത് ശേഖരിക്കേണ്ടി വരും. അവരുടെ നമ്മൾ വന്നിരിക്കുന്നത്, ചേട്ടന്റെ പേരെങ്ങനെ ചേട്ടാ? തുളസീധരൻ പിള്ള. തുളസീധരൻ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എന്തായാലും ഈ 2002 ഡാറ്റയൊക്കെ തപ്പിപ്പിടിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ? ഈ പറയുന്ന ഫോം കയ്യിൽ കൊണ്ട് തന്നു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തപ്പിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലായിട്ട് സെർച്ച് ചെയ്യേണ്ടി വരും. പ്രായമായവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെ. ഈ ജോലി ഭാരം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു JCB കൊണ്ട് ചെയ്യേണ്ടുന്ന ജോലി ഒരു സ്പൂണ് കയ്യിൽ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. തീർച്ചയായിട്ടും. അതായത് നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് ആപ്പ് ക്രാഷ് ആവുന്നുണ്ട്. ഈ 500-600 വോട്ടർമാരൊക്കെ ഉള്ള ചില ബൂത്തുകളിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ 1300-ഓളം 1400-ഓളം വോട്ടർമാരുള്ള ഒരുപാട് ബൂത്തുകളുണ്ട്. ഇപ്പോഴും പകുതിയോളം മാത്രം വിതരണം ചെയ്തിട്ടുള്ളൂ. പല ആൾക്കാരും ട്രേസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം 28-ാം തീയതിക്കകം തിരിച്ചു വാങ്ങണമെന്ന് പറയുമ്പോൾ പോലും ഒരു ചെറിയ ശതമാനം, ഒരു 20% ചില BLOമാർക്ക് ശരാശരി ഫോം നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതെ, ഫോം നൽകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പൂർണ്ണമായിട്ട് പലരെയും കണ്ടെത്താൻ നമുക്ക് ഇത് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ചില ആളുകൾ വീട് മാറി പോകുന്നവരുണ്ട്. ചില ആൾക്കാർ എവിടെയാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ടാവും. നമ്മൾ കുറെ ആളുകൾ ഞങ്ങളെ തേടി ഫോൺ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇനിയും ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് പേര്. ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ആളുകൾ വന്ന് നല്ല വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത മനസ്സിലാവും. BLO ഓടി തളർന്ന മുഖത്തും ദേഹത്തും ആകെ സ്കാൻ ചെയ്യുക. രാവിലെ 8 മണിക്ക് ഞങ്ങൾ തുടങ്ങുന്ന ഈ പ്രവർത്തനമാണ്. 7 മണി 8 മണിയാകുമ്പോൾ വീട്ടുകാര്യങ്ങൾ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയായിരുന്നു. ഉച്ചയ്ക്ക് ഇന്നൊരു 3 മണിക്ക് ഓടിപ്പോയി ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു. ഇതാണ് ഇന്ന് നടന്നത്. അതാണ് ഇന്ന് കഴിച്ചത്. അതെ, ഇന്നത്തെ ഭക്ഷണം അതാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് അതിനുശേഷം മനസ്സമാധാനത്തോടെ ഭക്ഷണമൊക്കെ കഴിക്കും, ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനെന്ന് പ്രശോഭനോട് പറയൂ. താങ്ക് യു അർജുൻ കല്യാട്. അതുകൊണ്ടാണ് ഞാൻ പലരും പറയാറുണ്ട് ഭക്ഷണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ സമയം കൂടി പോകും, അതുകൊണ്ട് ജ്യൂസോ അല്ലെങ്കിൽ സ്നാക്സോ ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് നമ്മുടെ പരിചയക്കാരായ ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓടി ആ ഓട്ടത്തിനൊടുവിൽ ആ കൃത്യമായ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.